Hi students. അപ്പോൾ നമ്മൾ +1 സ്റ്റാറ്റിസ്റ്റിക്സിൽ ഏറ്റവും അധികം റിപ്പീറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള എസ്എ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ. ഏറ്റവും അധികം റിപ്പീറ്റ് ചെയ്യപ്പെട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഒജേവ്സ് കാണാനുള്ള ക്വസ്റ്റ്യൻ. ഒജേവ്സ് കണ്ടിട്ട് അതിൽ നിന്ന് മീഡിയൻ കാണാനും ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ ലെസ് ദാൻ അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ ഒജേവ്സ് കാണാനും ചോദിക്കാറുണ്ട്. ഇവിടെ നമ്മളോട് രണ്ടും ചോദിച്ചിട്ടുണ്ട്, ലെസ് ദാൻ ഒജുവും ഗ്രേറ്റർ ദാൻ ഒജുവും ചോദിച്ചിട്ടുണ്ട്. ആദ്യം ചെയ്യേണ്ട കാര്യം നമ്മൾ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ടേബിൾ കൺസ്ട്രക്ട് ചെയ്യാന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ലെസ് ദാൻ ഒജുവും ഗ്രേറ്റർ ദാൻ ഒജുവും കാണാൻ വേണ്ടിയിട്ട് ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ടേബിളും ഗ്രേറ്റർ ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ടേബിളും നമ്മൾ കാണണം. സോ ഇവിടെ നമുക്ക് അപ്പർ ലിമിറ്റ്സ് ആണ് ഫസ്റ്റ് കോളത്തിൽ വരുന്നത് ആൻഡ് നമ്മുടെ ലോവർ ലിമിറ്റ്സ്. സോ ഇവിടെ നമ്മുടെ അപ്പർ ലിമിറ്റ്സ് 10, 20 മുതൽ ആൻഡ് ഇവിടെ നമുക്ക് അണ്ടർ 10 ലോവർ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി അപ്പോൾ 4 വരും. പിന്നെ നെക്സ്റ്റ് 4 + 8 12 അങ്ങനെ നമ്മളിത് ആഡ് ചെയ്ത് പോയി ലാസ്റ്റ് നമ്മൾ n എന്ന് പറഞ്ഞാൽ 50 ആണ്. ആൻഡ് ഇവിടെ നമുക്ക് നെക്സ്റ്റ് വരുന്നത് ലോവർ ലിമിറ്റ്സ് ആണ് ആൻഡ് ഇവിടെ കാണുന്നത് അപ്പർ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ആണ്. അപ്പോൾ ഇവിടെ 0 ഉണ്ട്. അപ്പോൾ 0-നെക്കാട്ടും മുകളിൽ എല്ലാവരും എന്താണ് 0-നെക്കാട്ടും മുകളിലാണ്. അപ്പോൾ നമുക്ക് 50 എന്ന് കിട്ടും. ആൻഡ് ഇനി 10ന്റെ മുകളിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, അതിൽ നിന്ന് ഒരു 4 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 46 കിട്ടും. ഒന്നെങ്കിൽ ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ താഴെ നിന്ന് മുകളിലേക്ക് ആഡ് ചെയ്ത് പോയാലും കറക്റ്റായിട്ട് നമുക്ക് ആൻസർ കിട്ടുന്നതാണ്. ആൻഡ് ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് കിട്ടും, ഒജേവ്സ് നമുക്ക് വരയ്ക്കാൻ വേണ്ടി പറ്റും. ആദ്യം ലെസ് ദാൻ ഒജു ഒരാളെ എടുക്കുക, പ്ലോട്ട് ചെയ്യുക. അപ്പോൾ 10ന്റെ നേരെ 4 ആണ് വരുന്നത്, 20ന്റെ നേരെ 13 12 ആണ് വരുന്നത്. അങ്ങനെ ഓരോ ആൾക്കാരും എന്താണ് നമ്മൾ പ്ലോട്ട് ചെയ്യുന്നു. ആൻഡ് ഈ പ്ലോട്ട്സ് ഈ ഡോട്ട്സ് എല്ലാം ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, ലെസ് ദാൻ ഒജു ആണ് അവിടെ ആൻസർ ആയിട്ട് കിട്ടുന്നത്. ഇനി നെക്സ്റ്റ് ഗ്രേറ്റർ ദാൻ ഒജു. അടുത്ത ആളുടെ എല്ലാ ലോവർ ലിമിറ്റ്സും അതിൻ്റെ കൂടെ തന്നെ നമ്മൾ എവിടെയാണ് പ്ലോട്ട് ചെയ്യേണ്ടത് എന്ന് കറക്റ്റായിട്ട് ഇവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 0ന്റെ നേരെ വരുന്നത് 50 ആണ്, 10ന്റെ നേരെ വരുന്നത് 46 ആണ്, 46, 20ന്റെ നേരെ വരുന്നത് 38 ആണ്. അങ്ങനെ ഓരോ ആൾക്കാരും നമ്മൾ മാർക്ക് ചെയ്യുന്നു. ആൻഡ് അതിലൂടെ ഒക്കെ എന്താണ് ഒരു ലൈൻ വെച്ച് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് എന്ത്, നമ്മളുടെ ഗ്രേറ്റർ ദാൻ ഒജേവ് എന്ന് പറയുന്നത്. ഇനി ഇതിൽ നിന്ന് മീഡിയൻ കാണാൻ വേണ്ടി ചോദിക്കാറുണ്ട്. മീഡിയൻ കാണുകയാണെങ്കിൽ എങ്ങനെയാണ് ചെയ്യാൻ വേണ്ടി പറ്റാം, അവിടെ നമുക്കിതാ ഇത് കോയിൻസൈഡ് എന്നൊരു പോയിന്റ് ഉണ്ടല്ലോ, ഈ രണ്ടാൾക്കാരും കൂടെ കൂട്ടിമുട്ടുന്നൊരു പോയിന്റ് ഉണ്ട്. അവിടെ നിന്ന് നമ്മളൊരു സ്ട്രേറ്റ് ലൈൻ താഴേക്ക് വരച്ചു കഴിഞ്ഞാൽ ഇവിടെ കിട്ടുന്നതാണ് എന്ത്, നമ്മളുടെ മീഡിയൻ എന്ന് പറയുന്നതാണ്. ഇതാണ് നമ്മളുടെ മീഡിയൻ വാല്യൂ എന്ന് പറയുന്നത്. കറക്റ്റായിട്ട് മെഷർമെൻ്റ് എടുത്ത് വരച്ചാൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് മീഡിയൻ വാല്യൂ കിട്ടുള്ളൂ കേട്ടോ. ഇനി നെക്സ്റ്റ് നമ്മളോട് സ്ഥിരമായിട്ട് ചോദിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് മീഡിയൻ കാണുക എന്നുള്ളത്. ഒജേവ്സിൽ നിന്നല്ലാതെ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് മീഡിയൻ കാണാനുള്ള ക്വസ്റ്റ്യൻ. കണ്ടിന്യൂസിൻ്റെ കേസാണ്, കാരണം അവിടെയാണ് കുറച്ചധികം വലിയ കാൽക്കുലേഷൻ വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ മീഡിയൻ കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇവിടെ L എന്ന് പറഞ്ഞാൽ ലോവർ ലിമിറ്റ് ആണ്, n/2 എന്ന് പറഞ്ഞാൽ മീഡിയൻ്റെ ക്ലാസ് ഏതാണ് എന്നുള്ളതാണ്. ആൻഡ് C എന്താണ്, നമ്മളുടെ ക്ലാസ് വെടുത്താണ്. M എന്ന് പറഞ്ഞാൽ നമ്മുടെ മീഡിയൻ ക്ലാസിൻ്റെ തൊട്ടുമുകളിലെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ആണ്. ആൻഡ് F എന്ന് പറഞ്ഞാൽ സാധാ നോർമൽ ഫ്രീക്വൻസി, മീഡിയൻ ക്ലാസിൻ്റെ ഫ്രീക്വൻസി. അപ്പോൾ ഇവിടെ ക്യാപിറ്റൽ N ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്രയാണ് കിട്ടുന്നത്, 52 എന്നാണ് കിട്ടുക. സോ n/2 അപ്പം 52/2 26 എന്ന് കിട്ടും. ഈ ഒരു വാല്യൂ വെച്ചിട്ടാണ് നമ്മൾ മീഡിയൻ ക്ലാസ് നമ്മൾ കണ്ടുപിടിക്കാതെ. ഇതാണ് നമ്മളുടെ മീഡിയൻ ക്ലാസ് വരുന്നത്. കാരണം എന്താ, 16 മുതൽ 35 വരെ ഈ ഒരു ക്ലാസ്സിലാണ് വരുന്നത്. നമ്മളുടെ മീഡിയൻ്റെ ക്ലാസ് ഏതാണ്, നമുക്ക് n/2 26 ആണ് വരുന്നത്. സോ ഇതാണ് നമ്മളുടെ മീഡിയൻ ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആൻഡ് നമ്മൾ ഇക്വേഷനിലേക്ക് എന്തൊക്കെ വേണം, ഇതാണ് നമ്മളുടെ ലോവർ ലിമിറ്റ്, ഇതാണ് ക്ലാസിൻ്റെ ഫ്രീക്വൻസി, അതായത് F എന്ന് പറഞ്ഞാൽ ഇയാളാണ്. ഇനി M എന്ന് പറഞ്ഞാൽ 15 ആണ്, കാരണം തന്നിരിക്കുന്ന മീഡിയൻ ക്ലാസിൻ്റെ തൊട്ടുമുകളിലെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്നാണ് എമ്മിനെ നമ്മൾ വിശേഷിപ്പിക്കുന്നത്. പിന്നെ എന്ത് വേണം, ക്ലാസ് വെടുത്ത് C എന്ന് പറഞ്ഞാൽ ഇവിടെ എത്രയാണ്, 10 ആണ് വരുന്നത്. സോ ഇത്രയും ആൾക്കാരുണ്ടെങ്കിൽ നേരെ നമുക്കിത് ഇങ്ങനെ ഒരു ആൻസർ കിട്ടും. സോ ഈ വാല്യൂസ് ഒക്കെ വെച്ച് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ ആയിട്ട് വരുന്നത് 165.5 ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് കിട്ടുന്നുണ്ടായിരിക്കും. ഇനി നെക്സ്റ്റ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് മീൻ സ്കോർ കാണാനാണ്. എല്ലാ വർഷവും പബ്ലിക് എക്സാമിനും ക്രിസ്മസിനും ഒക്കെ വരുന്നൊരു ക്വസ്റ്റ്യനാണ് മീൻ വാല്യൂ കാണാൻ വേണ്ടിയിട്ടുള്ളത്. കണ്ടിന്യൂസിൻ്റെ കേസാണ് ചോദിച്ചിരിക്കുന്നത്. ഡിസ്ക്രീറ്റ് ആണെങ്കിലും കണ്ടിന്യൂസ് ആണെങ്കിലും നമ്മളുടെ ഇക്വേഷൻ ഒരു മാറ്റമല്ല, സെയിം ഇക്വേഷൻ ആണ് വരുന്നത്. എക്സ് ബാർ എന്ന് പറഞ്ഞാൽ എന്താണ്, സമ്മേഷൻ FX/, ക്യാപിറ്റൽ N ആണ്. ഇവിടെ ക്യാപിറ്റൽ N എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഫ്രീക്വൻസി ആണ്. ഇനി കണ്ടിന്യൂസിൻ്റെ കേസ് വരുമ്പോൾ എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, മിഡ് പോയിന്റ് ഓഫ് ദി ക്ലാസ് ആണ്. അപ്പോൾ ഇവിടെ 0 to 10 മിഡ് പോയിന്റ് എന്താണ്, 5 ആണ് വരാം. 10 to 20 ആണ് മിഡ് പോയിന്റ് എന്നാണ്, 15 ആണ് വരുന്നത്. സോ ഇതാണ് എന്ത്, നമ്മളുടെ എക്സിൻ്റെ വാല്യൂ ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കും. ആൻഡ് ഇതുപോലൊരു ടേബിളാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഈ ഒരു ടേബിളിൽ നിന്ന് എക്സ് എങ്ങനെ കിട്ടും, നമ്മൾ പറഞ്ഞു 0 + 10/2 എന്താണ്, 5 ആണ് കിട്ടുന്നത്. ഇനി ഇവിടെ നോക്കിക്കോ, 30 + 40/2 ദാറ്റ് ഈസ് ഈക്വൽ ടു 70/2. ആൻസർ എന്താണ്, 35. ഇതാണ് മീൻ വാല്യൂ എന്ന് പറയുന്നത്.
സെൻറ്റർ പോയിന്റ്, നമ്മുടെ മിഡ് പോയിന്റ് എന്ന് പറയുന്നത്. ഇനി ഇതിൽ നിന്ന് എങ്ങനെയാണ് നിങ്ങൾ ഓരോന്നും കാൽക്കുലേറ്റ് ചെയ്ത് പകരം ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മളിവിടെ ക്ലാസ് വിടുത്ത് 10 ആണെന്ന് അറിയാലോ. അപ്പോൾ 10 വെച്ച് ആഡ് ചെയ്ത് പോയാൽ മതി. 5 + 10 15 + 10 25 + 10 35. ഇങ്ങനെ ഓരോ ആൾക്കാർ എന്താണ് ആഡ് ചെയ്ത് പോയാലും കറക്റ്റായിട്ട് നമുക്ക് മിഡ് പോയിന്റ്സ് എല്ലാം കിട്ടും. ഫ്രീക്വൻസി നമുക്ക് ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട്. ആൻഡ് ഈ ഫ്രീക്വൻസിയും എക്സും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? FX ആണ് കിട്ടുന്നത്. 5 × 2 എത്രയാണ്? 10. 15 × 6 90. ഇങ്ങനെ ഓരോന്നും നമ്മളെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ FXൻ്റെ വാല്യൂസ് എല്ലാം കറക്റ്റായിട്ട് കിട്ടും. ഇപ്പോൾ FX കിട്ടിയിട്ടുണ്ട്, F കിട്ടിയിട്ടുണ്ട്, സമ്മേഷൻ F കിട്ടിയിട്ടുണ്ട്. ഇതാണ് നമ്മളുടെ ക്യാപിറ്റൽ N എന്ന് പറയുന്ന ആൾ. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് എക്സ് ബാർ, അത് മീൻ എന്ന് പറയുന്നത് f(x/N) എത്രയാണ്? 2040 / 60. ആൻസർ ആയിട്ട് വരുന്നത് 34 ആണ് ഇവിടെ നമ്മൾ മീനിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് മറ്റൊരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണാനുള്ള ക്വസ്റ്റ്യൻ. ഇവിടെയും കണ്ടിന്യൂസിൻ്റെ കേസാണ് ചോദിച്ചിരിക്കുന്നത്. കണ്ടിന്യൂസ് ആണെങ്കിൽ ഇതുപോലെയാണ് നമ്മുടെ ഇക്വേഷൻ വരുന്നുണ്ടായിരിക്കാം. summation fx square divided by capital N minus x bar the whole square. X bar എന്ന് പറഞ്ഞാൽ ഇവിടെ summation fx by n ആണ്. കാരണം എന്താണ്? നമുക്ക് ഫ്രീക്വൻസി വരുന്നുണ്ട്, കണ്ടിന്യൂസ് ഡാറ്റയാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? മിഡ് പോയിന്റ് ഓഫ് ദി ക്ലാസ് ആണ്. സോ ഇതുപോലൊരു ടേബിളാണ് നമ്മളവിടെ കൺസ്ട്രക്ട് ചെയ്യേണ്ടത്. എക്സ് ഉണ്ട്, എഫ് ഉണ്ട്, എക്സ് സ്ക്വയർ നമ്മൾ കാണണം. ഇനി എഫും എക്സും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? FX കിട്ടും. ഇനി ഇവിടെ എഫും എക്സ് സ്ക്വയറും മൾട്ടിപ്ലൈ ചെയ്താൽ ആരെ കിട്ടും? FX സ്ക്വയർ കിട്ടും. സോ ഈ എല്ലാ വാല്യൂസിൻ്റെയും ടോട്ടലാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ആൻഡ് ഈ ടോട്ടലുകളെല്ലാം ഈക്വേഷനിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സിഗ്മേൻ്റെ വാല്യൂ കിട്ടും. അതിന് പിന്നെ എക്സ് ബാർ എന്താണ്? സമ്മേഷൻ fx by n ആണ്. സോ ഇവിടെ FX എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2435 ആണ്. ആൻഡ് ഇവിടെ n എന്ന് പറഞ്ഞാൽ 79 ആണ്. കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 30.82 എന്ന് നമുക്ക് കിട്ടും. ആൻഡ് ഈ വാല്യൂസ് ഒക്കെ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് സിഗ്മേൻ്റെ വാല്യൂ എന്ന് പറയുന്നത് നമ്മളുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് 14.38 എന്നാണ് കറക്റ്റ് ആൻസർ ആയിട്ട് കിട്ടുക. ഇനി ഇതിൽ നിന്നെല്ലാം ഡിഫറെൻ്റ് ആയിട്ട് ചോദിക്കാറുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് പ്രോബബിലിറ്റിയിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ. ഒരു ഡെക്ക് ഓഫ് കാർഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 52 കാർഡ്സ് ആണ് അതിലുണ്ടായിരിക്കുക. അപ്പോൾ അതിൽ ഒരു കിങ്ങിനെ കിട്ടാനുള്ള ചാൻസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? എന്താണ് അതിൻ്റെ സാധ്യത എന്ന് പറയുന്നത്? സോ ദിസ് ഈസ് ഈക്വൽ ടു, ഒരു കിങ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ നമ്മൾ ഡെക്ക് ഓഫ് കാർഡ്സിൽ 4 കിങ്ങുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ 4 ഡിവൈഡ് ബൈ എത്രയാണ് ടോട്ടൽ കാർഡ്സ്? 52 കാർഡ്സ് ആണുള്ളത്. 4/52 ആണ് ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ്, കാർഡ്സ് ഡ്രോൺ ഇസ് എ റെഡ് കാർഡ്. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന കാർഡ് റെഡ് ആവാനുള്ള ചാൻസ് എത്രയാണ്? നമ്മൾ ഡെക്ക് ഓഫ് കാർഡ്സിൽ നോക്കുകയാണെങ്കിൽ പകുതി റെഡ് ആണ്, പകുതി ബ്ലാക്ക് ആണ്. അപ്പോൾ ഹാഫ് ചാൻസ് ആണുള്ളത്. അതായത് 26 കാർഡ്സ് റെഡ് കളറാണ്. 26/52 അല്ലെങ്കിൽ 1/2 എന്നെഴുതിയാലും കറക്റ്റ് ആൻസർ തന്നെയാണ്. 26/52 ചെയ്ത് കഴിഞ്ഞാൽ 1/2 അല്ലെങ്കിൽ 0.5 ആണ് നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുന്നുണ്ടായിരിക്കും. ഇനി നെക്സ്റ്റ് നമ്മൾ ചോദിച്ചിരിക്കുന്നത് ദ കാർഡ് ഡ്രോൺ ഇസ് എ ബ്ലാക്ക് ഏസ്, അല്ലെങ്കിൽ എ എന്നുള്ള കാർഡ്. ഏസ് എന്ന് പറഞ്ഞതാ ഇങ്ങനെ എ എന്ന് എഴുതിയൊരു കാർഡ് ഉണ്ടായിരിക്കും. അതിന് ബ്ലാക്ക് കളർ വേണം കേട്ടോ, റെഡ് പറ്റില്ല, ബ്ലാക്ക് തന്നെ വേണം. അപ്പം 4 എണ്ണം ടോട്ടൽ ഉണ്ട്. അതിൽ 2 എണ്ണം റെഡും 2 എണ്ണം ബ്ലാക്കും ആണ്. സോ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ബ്ലാക്കിൻ്റെ കൗണ്ടാണ്. അപ്പോൾ 2/52 ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ആൻഡ് ലാസ്റ്റ് ചോദിച്ചിരിക്കുന്നത് എ കാർഡ് ഡ്രോൺ ഇസ് എ ക്ലബ് ആൻഡ് എ ക്വീൻ. ക്ലബ്സിൽ എന്ന് പറഞ്ഞാൽ 13 കാർഡ്സിലുണ്ട്. അതിൽ ആ 13 എണ്ണത്തിൽ ആകെ ഒരൊറ്റ എണ്ണം മാത്രമേ എന്തുള്ളൂ? ക്വീനുള്ളൂ. അപ്പോൾ ക്ലബും ക്വീനും രണ്ടും കൂടെ ഒന്നിച്ച് വരുന്നത് ഏതാണ്? അവിടെ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ 1/52 ആയിരിക്കും. ഇതാണ് നമുക്ക് പബ്ലിക് എക്സാം ആയാലും ക്രിസ്മസ് ആയാലും മോഡൽ എക്സാം ആയാലും ഏറ്റവും അധികം റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള essay ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഈ ക്വസ്റ്റ്യൻസ് ഈ ഒരു മോഡൽ കൃത്യമായിട്ട് പഠിക്കുക, ഇതിൻ്റെ എല്ലാ ഇക്വേഷൻസും നോക്കി വെക്കുക. അങ്ങനെയാണെങ്കിൽ essay ക്വസ്റ്റ്യൻ ക്രിസ്മസിന് സെറ്റ് ആക്കാവുന്നതേ ഉള്ളൂ. ഇതല്ലാതെ ഏതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് അറിയാൻ വേണ്ടിയിട്ട് നമ്മളെ ലൈവിൽ ജോയിൻ ചെയ്യുക. നമുക്ക് അവിടെ കാണാം.